സ്വഭാവം എന്താ? പ്ലേ സ്കൂളുകൾ വർദ്ധിച്ചു വരികയാണ്. ഇനിയിപ്പോ അതിനപ്പുറത്തേക്ക് ഇനിയും വരാൻ പോവാണ് കെയർ സെന്ററുകൾ. കെയർ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? ഇനി നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരാനുള്ളതാണ് കെയർ സെന്റർ. പണ്ടൊക്കെ 5 വയസ്സ് വരെ കുട്ടികളെ ഇരിക്കാറുള്ളത് എവിടെ? വാപ്പാന്റെ ഇമ്മാന്റെ കൂടെയാണ്. 5 വയസ്സ് വരെയും ഈ കുട്ടി ഓടിക്കളിക്കുന്നത് ഉമ്മയുടെ ചുറ്റുഭാഗത്തായിരുന്നു. ഇവിടുന്ന് പോയി പിന്നെ നമ്മൾ പറഞ്ഞു 3.5 വയസ്സാകുമ്പോ തന്നെ LKG UKG കുട്ടി പഠിക്കണം. അപ്പൊ 3.5 വയസ്സാകുമ്പോ കുട്ടി പോകാൻ തുടങ്ങി. 3.5 വയസ്സാകുമ്പോഴേക്ക് കുട്ടി പുറത്തു നിന്നുള്ള സംസ്കാരങ്ങൾ ആ കുട്ടിയിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോഴോ പിന്നെ പറഞ്ഞു പ്ലേ സ്കൂളുകൾ വേണം. 2 വയസ്സ് 3 2.5 വയസ്സ് 3 വയസ്സായ കുട്ടികളെ പ്ലേ സ്കൂളുകളിൽ കൊണ്ടുപോയാക്കി. ഇനി ശ്രദ്ധിച്ചോ നിങ്ങൾ, കെയർ സെന്ററുകൾ വരാൻ പോവാണ്. കെയർ സെന്ററുകൾ എന്താ? കെയർ സെന്ററുകൾ പാശ്ചാത്യ ലോകത്തൊക്കെ വന്നിട്ടുണ്ട്. ആ അമ്മയുടെ ഡ്യൂട്ടി പ്രസവിക്കുക എന്നുള്ളത് മാത്രം. അമ്മയുടെ ഡ്യൂട്ടി പ്രസവിക്കുക എന്നത് മാത്രം. പ്രസവിച്ച കുട്ടിയെ ഹോസ്പിറ്റലുകളിലോടനുബന്ധമായുള്ള കെയർ സെന്ററുകളിൽ കൊണ്ടുപോയാക്കിയാൽ കുട്ടിക്ക് ആവശ്യമായ പോഷകാഹാരങ്ങളും മറ്റും കൊടുത്ത് കുട്ടിയെ വളർത്തുന്ന ചുമതല ഹോസ്പിറ്റലുകൾ ഏറ്റെടുക്കാൻ. എല്ലാം വ്യവസായമായി മാറിയതുപോലെ ഇതും വ്യവസായമായി. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, അങ്ങനെ ഒരു സംരംഭം കൂടെ സമൂഹത്തിലേക്ക് കടന്നു വന്നാൽ ഇനിയുള്ള സംസ്കാരത്തിന്റെ അവസാനത്തെ ഭാഗവും കുഴിച്ചു മൂടപ്പെടുമെന്ന് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുഴിച്ചു മൂടപ്പെടും. ഇതൊക്കെ ഇസ്ലാമിക വിരുദ്ധമായ സംസ്കാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നു ചേരുന്നതിന്റെ കാരണമായി അതപ്പതിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു ഞങ്ങളോട്, ഒരു കുട്ടിയുടെ മുമ്പിൽ ആദ്യം മാതൃകയായി കുട്ടി കാണുന്നത് ആരെയാണോ ആ ആളെയാണ് കുട്ടി അനുകരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ പറഞ്ഞേക്കുന്ന സ്ഥാപനങ്ങൾ, നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്ന മേഖലകൾ എല്ലാം നമ്മൾ വളരെ ശക്തമായി വിചിന്തനം നടത്തി നമ്മുടെ മക്കൾ ഏത് സംസ്കാരത്തിന്റെ ഉടമകളാകണമെന്ന് തീരുമാനിച്ചാവണം നമ്മൾ ഇതൊക്കെ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ഉപ്പയായി ഉമ്മയായി മാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഈ പ്രാർത്ഥന ഒന്നുകൂടെ നിങ്ങളുടെ മനോമുഖരത്തിൽ എഴുതി വെക്കാൻ ഞാൻ ഈ സമയം ശ്രദ്ധിക്കുകയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ് ലനാ, ഞങ്ങൾക്ക് നീ നൽകണമേ, മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിൽ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും കൺകുളിർമയേകുന്നവരെ നൽകണമേ തമ്പുരാനെ. ഒരിക്കലും കണ്ണുനീർ പൊടിക്ക് കരയേണ്ടൊരവസ്ഥ അവരിൽ നിന്നുണ്ടാകരുതേ എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഞാൻ ഓർക്കുന്നു, കോർട്ടിൽ ചെന്നു. കോർട്ടിൽ ആരുടെ കൂടെ? പ്രേമിച്ച് പ്രേമ കമിതാവിനോടുകൂടെ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. എന്തിന്? കോടതിയിൽ വന്നിട്ട് ജഡ്ജിയോട് പറഞ്ഞു, ജഡ്ജിയോട് ഞങ്ങൾക്ക് വിവാഹം ചെയ്യാനുള്ള അവസരം ഒരുക്കി തരണം. അപ്പോഴാ തൊട്ടടുത്ത് പിതാവും മാതാവും വന്നു നിൽക്കുന്നത്. പിതാവും മാതാവുണ്ട്. പിതാവിനെയും മാതാവിനെയും കണ്ടു. ജഡ്ജ് ഈ കുട്ടിയോട് പറഞ്ഞു, മോളെ, നിന്റെ കമിതാവായി ഈ കുട്ടി വന്നിരിക്കുന്ന ആൾ ആരെയാണ് നീ ജീവിതത്തിന്റെ പങ്കാളിയാക്കണമെന്ന് നീ ആവശ്യപ്പെടുന്നത്? ആ ആളുടെ പേരിൽ 3 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ കേസ് ഈ കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് മോളെ. അതുകൊണ്ട് മോളെ, നിന്റെ ജീവിതം അവരുടെ കൂടെ സുരക്ഷിതമാവുകയില്ല. അതുകൊണ്ട് മോൾ, ഈ കാണുന്നതിന്റെ പിതാവും മാതാവുമാണ്. അവരുടെ കയ്യിലാ നിന്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്വമുള്ളത്. അതുകൊണ്ട് മോള് അച്ഛന്റെയും അമ്മയുടെയും കൂടെ പോയിക്കോളൂ. മോൾ ഇവന്റെ കൂടെ നിന്റെ ജീവിതം സുരക്ഷിതത്വമല്ല. അതുകൊണ്ട് മോള് പോകരുതെന്ന് ജഡ്ജി പറഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞെന്താ അറിയോ? കുട്ടി പറഞ്ഞു ജഡ്ജിയോട് പറഞ്ഞു, തന്റെ ഉപ്പയും ഉമ്മയും ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അതെന്റെ വാപ്പയും ഉമ്മയാണെന്ന് സമ്മതിക്കാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ ഒരു ഉപ്പയും ഉമ്മയും എനിക്കില്ല സർ. സർ, ഇന്ത്യൻ നിയമം അനുസരിച്ച് 18 വയസ്സായ പെണ്ണിന് ആരുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ഇവന്റെ കൂടെ പോകാൻ എന്നെ അനുവദിക്കണം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, 18 വയസ്സായ ഒരു കുട്ടിക്ക് താൻ 18 കൊല്ലവും ലഭിക്കാത്ത ഹൃദ്യമായ ഒരു സ്നേഹം ഒരു സ്ഥലത്ത് കണ്ടപ്പോഴാണ് കുട്ടിയുടെ മനസ്സങ്ങോട്ട് ചാഞ്ചാടിയത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തട്ടെ, ഹൃദയം നിറഞ്ഞ സ്നേഹം നമ്മുടെ മക്കൾക്ക് നൽകാൻ കഴിഞ്ഞാൽ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും നമ്മുടെ ചർച്ചയിൽ വന്നില്ല. ഞാൻ മൊത്തമായൊരു ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചതാണ്. മൊത്തമായൊരു ചർച്ച. ഹൃദയം നിറഞ്ഞ സ്നേഹം നമ്മുടെ മക്കൾക്ക് നൽകാൻ കഴിഞ്ഞാൽ
ഞാൻ ചോദിക്കട്ടെ, മക്കൾ വാപ്പയെയും ഉമ്മയെയും വിട്ട് മറ്റൊരു സ്ഥലത്തേക്കും കൈവിട്ടു പോവുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തി. സ്നേഹം കുറഞ്ഞു പോയ കാലഘട്ടത്തിൽ മക്കൾക്ക് യഥാർത്ഥ സ്നേഹം നൽകാൻ രക്ഷിതാക്കൾക്ക് കഴിഞ്ഞാൽ നല്ല ഒരു തലമുറയെ സൃഷ്ടിക്കാൻ കഴിയും. നമ്മൾ പലപ്പോഴും കുട്ടികളെ കണ്ടിട്ട് പേടിപ്പിക്കല, അടിക്കല. അടിയല്ല പരിഹാരം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ലോകത്തെ ഏറ്റവും ഉത്തമമായ പിതാവാരാ? ലോകത്തെ ഏറ്റവും മാതൃക കാണിച്ച പിതാവ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. പുണ്യ നബി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ പലരും മക്കൾ അടിച്ചിട്ടുണ്ടാവുമല്ലോ. മക്കൾ അടിച്ചിട്ടുണ്ടാവുകയില്ലേ? ഉമ്മമാരെ കേട്ടോളൂ, അള്ളാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ ഒരിക്കൽ പോലും തന്റെ മക്കളെയോ പേരമക്കളെയോ അള്ളാഹുവിന്റെ ഹബീബ് അടിച്ചിട്ടില്ല. തന്റെ മക്കളെ അടിച്ചിട്ടില്ല. അടിച്ചല്ല പ്രവാചകർ ഫാത്തിമ ബീവിയെ ലോക മാതൃകയാക്കിയത്. ഹസൻ ഹുസൈനെ പുണ്യനബി അടിച്ചിട്ടില്ല. ചരിത്രത്തിൽ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയം നിറഞ്ഞ് സ്നേഹം നൽകിയ ആളായിരുന്നു മുത്തനബി. അങ്ങനെ പുണ്യനബി മക്കളെ വളർത്തിയെടുത്തത്. എങ്ങനെ? അനാവശ്യമായ സ്നേഹമല്ല. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കരുത്. കുട്ടികൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കലല്ല സ്നേഹം. പിന്നെയോ നിർമ്മലമായ സ്നേഹം നൽകി മക്കളെ തന്നോട് ആവാഹിച്ചു നിർത്തി ഏറ്റവും നല്ല സംസ്കാരം നമുക്കവർക്ക് കൈമാറാൻ കഴിഞ്ഞാൽ, പുണ്യനബി ശ്രദ്ധിച്ചതല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. കളിയിൽ പോലും കാര്യം പഠിപ്പിച്ചു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കളിയിൽ പോലും കാര്യം. ഒരിക്കൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്വഹാബികളുടെ കൂടെ മറ്റേതോ വീട്ടിലേക്ക് പോവുകയാണ്. വഴിയിലൂടെ റസൂലുള്ളാഹി നടക്കുമ്പോൾ കാണുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുടെ കൂടെ? തന്റെ കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കാൻ. അള്ളാഹുവിന്റെ ഹബീബ് വഴിയിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ, ഓ എന്റെ മോൻ ഹുസൈൻ, മോനിങ് വാ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഹബീബ് കൈ കാണിച്ചപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓടി വന്നു. കൊച്ചുകുട്ടിയാണ് ഹുസൈൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓടി വന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ബേക്കോട്ട് ഇങ്ങനെ പോയി. കൈ കാണിച്ചുകൊണ്ട് പിന്നിലേക്ക് പോകുന്നതിനനുസരിച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്പീഡിൽ ചെന്നപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് വാരിപ്പുണർന്നെടുത്ത് തുരുതുരാ ചുംബനം വെച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഹദാ ഇബ്നി ഹുസൈൻ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബ. അല്ലാഹുവേ, ഇതെന്റെ മോൻ ഹുസൈനാണ് റബ്ബേ, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു. ഫഅഹിബ്ബ, അതുകൊണ്ട് നീയും അവനെ ഇഷ്ടപ്പെടണമേ. കൊച്ചു കുഞ്ഞായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരം അല്ലാഹുവിന്റെ ഹബീബ് കടത്തുന്നത് ശ്രദ്ധിക്കൂ നിങ്ങൾ. കളിയിലൂടെ പോലും കാര്യം പഠിപ്പിക്കാൻ ശ്രദ്ധിക്കണം. ഞങ്ങളോട് പറയട്ടെ, പല വാപ്പാരും മക്കളോട് കൂടെ കളിച്ചാൽ അവരുടെ മുമ്പിൽ നമ്മുടെ ഡിഗ്നിറ്റി കുറഞ്ഞു പോകുന്ന നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാ ഞങ്ങളോട് പറയട്ടെ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ചരിത്രത്തിൽ കാണാം. പുണ്യ നബി വീട്ടിന്റെ അകത്ത് പണ്ടൊക്കെ ആനകളി എന്ന് പറഞ്ഞൊരു കളിയുണ്ട്, പശുക്കളി എന്നൊക്കെ പറയും. കുട്ടികൾ പുറത്തു കയറിയിരിക്കും. വാപ്പ അങ്ങനെ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾ ഇങ്ങനെ രണ്ട് കൈയും കാലും കുത്തി ഇരുന്ന് കൊടുക്കും. ഇങ്ങനെ നടക്കുന്നിട്ട് പുണ്യ നബി ഇതേപോലെ ആര് അൻതല്ലദീ ലൗലാക മാ ഖുലിഖ അംറുൻ കല്ലാ വലാ ഖൽഖുൽ വറാ ലൗലാക. ലോകമില്ലെങ്കിൽ ലോകത്തിന് തന്നെ ജന്മമില്ലെന്ന് പുകൾ കൊണ്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രണ്ട് കൈയും രണ്ട് മുട്ടും നിലത്ത് കുത്തിയിട്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരെയും തന്റെ പുറത്തിരുത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പശുക്കളി കളിച്ചിരുന്നു വീട്ടിന്റെ അകത്ത് വെച്ച്. നിങ്ങൾ ശ്രദ്ധിക്കണം, കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നൽകാൻ, കുട്ടിയുടെ മുമ്പിൽ ഏറ്റവും നല്ല സ്നേഹത്തിന്റെ മാതൃകയായി ഉപ്പക്ക് മാറാൻ കഴിഞ്ഞാൽ, ഉമ്മക്ക് മാറാൻ കഴിഞ്ഞാൽ അവരെ വിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ചിന്തിക്കാനും മക്കൾ സന്നദ്ധരാവുകയില്ല. ഈ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ, മനഃശാസ്ത്രത്തിന്റെ ഒരുപാട് പഠനങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട്. ഞാൻ ഈ വിഷയം നിങ്ങൾ കൊടുത്തത് അറിയെങ്കിൽ ഞാൻ കൂട്ടാക്കൂല. കാരണം ഇത് ഒറ്റടിക്ക് ചർച്ച ചെയ്താൽ തീരാവുന്ന വിഷയമല്ല. വിവാഹം കഴിക്കുമ്പോ, വിവാഹശേഷം, ഗർഭിണിയാകുമ്പോൾ, പ്രസവിച്ച ഉടനെ, കുട്ടി മുല കുടിക്കുന്ന പ്രായം, അതേപോലെ 3 to 6 വരെയുള്ള വയസ്സ് കാലഘട്ടം, 6 to 7 to 14 വരെയുള്ള കാലഘട്ടം, പിന്നെ 15 മുതൽ അങ്ങോട്ടുള്ള കാലഘട്ടം, ഇതൊക്കെ വ്യത്യസ്തമായ രീതിയിൽ കുട്ടികളോട് ഏത് രീതിയിലാണ് നമ്മൾ പെരുമാറേണ്ടതെന്ന് പുണ്യ നബി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടികൾ നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കേണ്ട ആദ്യത്തെ പാഠശാല നമ്മുടെ വീടിന്റെ അകത്തളമാണ് എന്ന് ഓർമ്മപ്പെടുത്തി, നമ്മുടെ മക്കൾ നമുക്ക് 2 ലോകത്തും, അതാണ് ഇവിടെയും പരലോകത്തും ഞാൻ കേട്ടിട്ടുണ്ട്.
ഞാൻ കേട്ടിട്ടുണ്ട് വാപ്പ രോഗിയാണെന്ന് പറഞ്ഞപ്പോ വീട്ടിലേക്ക് വന്നില്ല. വിളിച്ചു പറഞ്ഞു അവനോട്, വാപ്പ രോഗിയാണ്, നീ ഉടനെ വരണം. ഇപ്പം അവിടുന്ന് പറഞ്ഞാൽ തരാം, കമ്പനി ലീവ് തരില്ല. പറഞ്ഞു, എടോ വാപ്പക്ക് നീ ഒരാള് മാത്രമല്ലോ, പെങ്ങള് പുതിയാപ്പള്ള കൂടെ പെങ്ങള് മാത്രമേ ഇവിടെ നോക്കാനുള്ളൂ, നീ വരണം. ഇപ്പം പറഞ്ഞു കമ്പനി ലീവ് തരുന്നില്ല. വാപ്പ മരിച്ചപ്പോ വിളിച്ചു പറഞ്ഞടോ, വാപ്പ മരിച്ചു, നിന്റെ പിതാവ്, നീ വരുന്നുണ്ടെങ്കിൽ അറിയിക്കണം, നീ വന്നാലേ മയ്യത്തെടുക്കുള്ളൂ. ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് വളർത്തി ഒന്നിന് മാത്രമായ അവസ്ഥയിലേക്ക് തന്നെ മകനെ മാറ്റി. ഈ മോനെ വിളിച്ചു പറഞ്ഞപ്പോ മോൻ പറഞ്ഞെന്തറിയോ, വാപ്പ മരിച്ചില്ലേ, ഇനി ഞാൻ അങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യം? വാപ്പ മരിച്ചില്ലേ, ഇനി ഞാൻ അങ്ങോട്ട് വന്നിട്ട് എന്ത് കാര്യം? ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരു തലമുറയെ വളർത്താൻ നമ്മൾ കഷ്ടപ്പെടണം. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഭൂമിയിൽ നമുക്ക് ഒരു ഉപകാരപ്പെടണം. ഭൂമിയിൽ ഉപകാരപ്പെടണം എങ്ങനെ? എന്റെ അനുഭവത്തിൽ ഒരു കുഞ്ഞുമോൻ ദുബായിലായിരുന്നു ജോലി. പാപ്പാക്ക് അസുഖം എന്ന് പറയുമ്പോ ജോലി അവൻ അറബിയോട് 6 മാസത്തെ ലീവ് വാങ്ങി തിരിച്ചു വന്നു. 6 മാസം കഴിഞ്ഞു വാപ്പയെ ശുശ്രൂഷിച്ച് തിരിച്ചു പോവാം. വാപ്പയുടെ രോഗം മാറിയില്ല. ഓൻ പോകുമ്പോ പറഞ്ഞെന്തറിയോ, ഞാൻ പോയിട്ട് അറബിയോട് 6 മാസം കൂടെ ഞാൻ ലീവ് ചോദിക്കും, ഉപ്പയെ ശുശ്രൂഷിക്കാൻ അറബി ലീവ് തന്നാൽ ഞാൻ ആ ജോലിയിൽ തുടരുമില്ലെങ്കിൽ ക്യാൻസർ അടിക്കാൻ പറയും. ഞാൻ തിരിച്ചയൽ ചെന്നു, അറബിയോട് ചോദിച്ചു, 6 മാസത്തെയും കൂടെ ലീവ് അനുവദിച്ചു. 1 കൊല്ലമായി ഉപ്പയുടെ രോഗം സുഖപ്പെട്ടില്ല. വീണ്ടും തിരിച്ചുപോയി അറബിയോട് ലീവ് ചോദിച്ചു, പറഞ്ഞു, നീ ഇങ്ങനെ പോയ എന്റെ പണി നടത്താൻ ആവില്ലല്ലോ. അപ്പൊ ഇവൻ പറഞ്ഞെന്തറിയോ, എനിക്ക് എന്റെ വാപ്പയെക്കാളും വലുതല്ല എന്റെ ജോലി, അതുകൊണ്ട് എന്നെ ക്യാൻസർ അടിച്ച് നാട്ടിലേക്ക് പറഞ്ഞയച്ചേ. ഉപ്പ മരിക്കുന്ന പോലെ പൊന്നു പോലെ എനിക്ക് ശുശ്രൂഷിക്കണം. എന്നിട്ട് അവൻ ഇവിടെ നാട്ടിൽ വന്നു. പാപ്പ പ്രായമായി ചെന്നി ബാധിച്ചിട്ടുണ്ട്. ചെന്നി ബാധിക്കാൻ തന്നെ ബുദ്ധിക്കൊക്കെ മാറ്റം സംഭവിക്കല. വാപ്പ കാർക്കിച്ചു തുപ്പും. ചിലപ്പോ ഈ ശുശ്രൂഷിക്കുന്ന മകന്റെ മുഖത്തേക്കാ തുപ്പിയാലും ഈ കുഞ്ഞുമോൻ അതൊരു പൊന്നു പോലെ നിധി പോലെ കാണുന്ന ഈ കുട്ടി. ഞാൻ ഓർക്കുന്നു, അങ്ങനെയുള്ള മക്കളാണോ നമുക്ക് വേണ്ടത്? പ്രായമാകുമ്പോ ഉപ്പ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ തന്തേ, വിവരദോഷിയായ പിതാവേ എന്ന് പറയുന്ന മക്കളാണോ നമുക്ക് വേണ്ടത്? നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഏറ്റവും നല്ല സംസ്കാരത്തിന്റെ മക്കളായി തലമുറകളായവരെ വളർത്തിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ ആദ്യ പാഠശാല നമ്മൾ തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. ഹൃദയം തോന്നുന്നതെന്നാണ്